അധിക്ഷേപ പരാമർശത്തിൽ തമിഴ്നാട് ബിജെപി അധ്യക്ഷൻ നൈനാർ നാഗേന്ദ്രന് മറുപടിയുമായി നടി തൃഷ. തന്റെ പേര് അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുത്, ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും തനിക്ക് ബന്ധമില്ലെന്നും തൃഷ സമൂഹമാധ്യമത്തിലൂടെ പ്രതികരിച്ചു. വിവാദമായതോടെ ഖേദം പ്രകടിപ്പിച്ച നൈനാർ രംഗത്തെത്തി. அன்றைக்கு இது தவறி வந்த ஒரு வார்த்தை. அதற்கு எங்களுடைய அகில இந்திய தலைவி மதிப்புக்குரிய வானதி சீனிவாசன் அவர்களும் ஏற்கனவே என்னிடம் பேசியிருந்தார்கள். நேற்று கூட முன்னாள் மாநில தலைவர் மதிப்புக்குரிய திரு அண்ணாமலை அவருடைய வீட்டுக்கு சென்றபோது அவரும் இது குறித்து என்னிடம் பேசினார்கள். உண்மையிலே யாரேனும் இதில் வருத்தப்படவில்லையானால் என்னுடைய வருத்தத்தை நான் மனப்பூர்வமாக தெரிவித்துக் கொள்கிறேன். കെ.ബി. ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, നടത്തിയിട്ടുള്ളത് തീർത്തും അധിക്ഷേപം, തീർത്തും മോശമായിട്ടുള്ള വാക്കുകളും പരാമർശങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഇപ്പോഴത് തിരുത്താനും ഖേദം പ്രകടിപ്പിക്കാനും തയ്യാറായത് സ്വാഗതാർഹമാണ്. തമിഴ്നാട്ടിൽ ഉയർന്നത് അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നേതാക്കളാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ നൈനാർ നാഗേന്ദ്രനെതിരെ തമിഴ്നാട്ടിൽ ഉയർന്നത്. അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നേതാക്കൾ തന്നെ രംഗത്ത് വരികയും ചെയ്തു. EPS പോലും, അതായത് NDA നേതാവായിട്ടുള്ള EPS പോലും നൈനാർ നാഗേന്ദ്രനെ വിമർശിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയത്. ഇതിന് പിന്നാലെയാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ഈ പരാമർശം തിരുത്താനും ഖേദം പ്രകടിപ്പിക്കാനും തയ്യാറായത്. ഏതായാലും തൃഷയെ ആരെയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന ഒരു പതിവ് തനിക്കില്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല, നാക്കുപിഴയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് നൈനാർ നാഗേന്ദ്രന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. തൃഷയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. വിജയുമായി ബന്ധപ്പെടുത്തിയാണ് തൃഷയെ കൂടി ഈ വിഷയത്തിലേക്ക്, വിവാദത്തിലേക്ക് വലിച്ചിട്ടത് നൈനാർ നാഗേന്ദ്രൻ. അതായത് വിജയ് ആദ്യം തൃഷയുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം വേണം ജനങ്ങളിലേക്ക് എത്താൻ എന്നുള്ള ഒരു വിവാദ പരാമർശമാണ് നൈനാർ നാഗേന്ദ്രന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. തിരുനെൽവേലിയിൽ വെച്ചാണ് അദ്ദേഹം ഈ പ്രതികരണം നടത്തുന്നത്. ഏതായാലും ഇതിനെതിരെ വ്യാപക വിമർശനമുണ്ടായി. DMK നേതാവ് കനിമൊഴി ഉൾപ്പെടെ ഇത് സ്ത്രീവിരുദ്ധ പരാമർശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് തൃഷ ഒരു പോസ്റ്റുമായി, തൃഷയുടെ അഭിഭാഷകൻ ഒരു ഔദ്യോഗിക അറിയിപ്പെന്ന രീതിയിൽ ഒരു പോസ്റ്റുമായി തൃഷ രംഗത്ത് വരുന്നത്. അതിൽ തന്നെ പറയുന്നുണ്ട്, തന്നെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കരുത്, താനുമായി ഒരു ബന്ധമില്ലാത്ത ഒരു കാര്യത്തിലാണ് തന്റെ പേര് വലിച്ചിഴക്കപ്പെടുന്നത്, അതുകൊണ്ട് ഒരു മുതിർന്ന നേതാവിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു പരാമർശം പ്രതീക്ഷിച്ചിരുന്നില്ല, തനിക്കൊരു രാഷ്ട്രീയവുമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധവുമില്ല തുടങ്ങിയ കാര്യങ്ങളാണ് തൃഷ ഈ വാർത്താക്കുറിപ്പിൽ, അഭിഭാഷകൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഏതായാലും ഇതിന് പിന്നാലെയാണ് നൈനാർ നാഗേന്ദ്രന്റെ ഒരു ഖേദപ്രകടനം കൂടി രംഗത്ത് വരുന്നത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ പരാമർശം നടത്തുന്നതിനെ ഒട്ടും ന്യായീകരിക്കാനാവില്ല, പക്ഷെ അതിൽ ഖേദം പ്രകടിപ്പിക്കാനുള്ള ഒരു മനസ്സുണ്ടായതിനെ സ്വാഭാവികമായിട്ടും അതൊരു നല്ല കാര്യമായി തന്നെയാണ്, അധികം രാഷ്ട്രീയത്തിൽ കീഴ്വഴക്കമില്ലാത്ത ഒരു കാര്യമായി തന്നെയാണ് കാണേണ്ടത്.